മിണ്ടരുത്. ഗന്ധർവനോട് കോപിക്കുന്നു. അപ്സരസുകൾ എന്നെ സ്വന്തമാക്കാൻ താഴെ കാത്തു നിൽക്കുമ്പോ നീ എന്നോട് ആജ്ഞാപിക്കുന്നു. ഇടി പ്രാന്തി, ഹോളിൽ കാത്തിരിക്കുന്നത് അപ്സരസല്ല, നല്ല ഉഗ്രൻ രക്തദാഹിയായ യക്ഷിയ, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. നീ ചെന്നങ്ങോട്ട് കേറിക്കൊടു. അപ്സരസിന് നാമധേയമോ? ഇടിയടി, എന്റെ അടുത്ത് അഭ്യാസം കാണിച്ചാലുണ്ടല്ലോ, ഗന്ധർവനോ മാടനാണെന്നൊന്നും ഞാൻ നോക്കില്ല. നിന്റെ തലമുണ്ട ഞാൻ അടിച്ചു പൊളിക്കും. ഓ, ആ ദുർമന്ത്രവാദി ജപിച്ചു തന്ന പഴവും എടുത്ത് തിന്നിട്ട് രാത്രി ഡൈനിങ് ടേബിളിന്റെ അടിയിൽ കിടന്ന് ഉറങ്ങിയതും പോരാഞ്ഞ് അവള് മണ്ടത്തരം കാണിക്കുന്നു. ദേ, നീ ആ ഡൈനിങ് ടേബിളിന്റെ അടിയിൽ കിടന്ന് ഉറങ്ങുന്നത് ആ അഖിലാണ്ടേശ്വരി എങ്ങനെ കണ്ടിരുന്നെങ്കിലുണ്ടല്ലോ, ഗന്ധർവന്റെ ശവടക്കം ആയിരുന്നേനെ ഇന്ന്. ഗന്ധർവന് മരണമോ? ദേ ജയന്തി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ ഇങ്ങനെ ഓരോ പ്രാന്ത് കണിക്കാൻ തുടങ്ങിയ വല്ല പ്രാന്താശുപത്രിയിലും കൊണ്ടു ചെന്ന് ആക്കും ഞാൻ. നല്ലൊരു ഷോക്ക് കിട്ടിയാ മാറാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. ജയന്തിയോ? ഞാനോ? എനിക്ക് ഷോക്ക് തരോടി നീ? ജയന്തി പറടി. വേണ്ട, ഷോക്ക് തരൂ നീ. അയ്യോ, ഗന്ധർവൻ ഇരട്ട പേരിട്ട് വിളിക്കുന്നു. ജയന്തി, നിന്നെ ഞാൻ അയ്യോ, ശരിയാക്കി തരാം. എന്റെ അമ്മ രക്ഷപ്പെട്ടു. തിരി അണഞ്ഞ കണ്ടില്ലേ, അതും കത്തിക്കുമോളെ. താലി കെട്ടേണ്ട മുഹൂർത്തമായി. ഇനി ആരെങ്കിലും വരാനുണ്ടോ? വരാനുണ്ട്. തിരുച്ചമ്പരത്തെ അഖിലാണ്ടേശ്വരി മാഡവും ശിവരാമൻ സാറും കല്യാണത്തിന് വരാമെന്ന് വാക്ക് തന്നതാ. ഒന്ന് വിളിച്ചു നോക്കൂ. വധൂവരന്മാരോട് വരാൻ പറയൂ. ഹലോ മാഡം, ഞാനാ. അന്ന് മാഡത്തെ കാണാൻ വന്നിരുന്ന ഇന്ന എന്റെ മോടെ കല്യാണം. അയ്യോ,
കൈ പിടിച്ചു കൊടുക്കൂ. ഇനി രണ്ടുപേരും മാഡത്തിന്റെ സാറിന്റെ അനുഗ്രഹം വാങ്ങും. ദൈവം അനുഗ്രഹിക്കട്ടെ. ദീർഘസുമംഗലീ ഭവ. പ്രോജക്റ്റ് കിട്ടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല വല്യുഞ്ഞെ. നീ സമാധാനത്തോടെ ഇരിക്കുകയല്ലേ നീ? റിസൾട്ട് വരട്ടെ. എന്താ അരവിന്ദ്, എന്താ റിസൾട്ട് അനുകൂലമല്ലേ? അതിന്റെ ബ്രോ, പ്രതീക്ഷ പോലെ തന്നെ പ്രൊജക്ട് കയ്യിൽ നിന്നങ്ങോട്ട് കൺഗ്രാറ്റുലേഷൻസ് കല്യാണി. ആ പ്രൊജക്ട് നമുക്ക് എന്നെ കിട്ടി ബ്രോ. എന്താ നീ കുഞ്ഞെ, സത്യമാണോ ഇത്? അതേ സത്യമാണ്. പ്രൊജക്ട് നമുക്ക് തന്നെ കിട്ടി. എന്നെ വിളപ്പുറത്തമ്മേ, നേര്. അവർക്ക് ആക്ച്വലി ആ പ്രോജക്റ്റ് അത്രയേറെ ഇഷ്ടപ്പെട്ടു. വല്യുഞ്ഞെ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒന്ന് വിശ്വസിക്കുകയല്ലേ? സാറ് രവിവർമ്മൻ സാറോ? എന്റെ സംശയം ശരിയായി. കല്യാണി എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു സംശയം തോന്നി, സാറായിരിക്കുമെന്ന്. അല്ല, സാറിവിടെ? അതൊരു സർപ്രൈസ്, അത് പറയാം. ഇരിക്കും. കൺഗ്രാറ്റുലേഷൻസ് കല്യാണി. അവളെ അവിടുത്തെ മഹാറാണിയാക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുക ആനന്ദും അരവിന്ദും ഒക്കെ. ഇതൊക്കെ കണ്ട് ഒരക്ഷരം മിണ്ടാതെ ചിരിച്ചോണ്ട് മാറി നിന്നാ ഇനിയുള്ള കാലം എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ ജീവിച്ചു പോവാം. മഹാറാണി പട്ടം മോഹിച്ച എനിക്ക് ദാസിപ്പട്ടമെങ്കിലും കിട്ടുമല്ലോ. അതാ ഇപ്പൊ ഒരു ആശ്വാസം. വിലാസിനേന്റി പ്രിയങ്കയുടെ ഹൃദയത്തിലേക്ക് കുത്തുവാക്കുകൾ അയക്കുന്നത്. എന്നാലും ഒരു കാര്യം ഓർമ്മിക്കുന്നത് നല്ലതാ. പരാജയം
1000 വിജയങ്ങൾ ആഘോഷിക്കാനുള്ള ആവേശമാണ് ഈ പ്രിയങ്കയ്ക്ക് നൽകുന്നത്. ശത്രു ശക്തരായി വരുമ്പോഴേ എന്റെ യുദ്ധമുറകൾക്ക് വീറും വാശിയും വരും. പിന്നെ രക്തം കണ്ടേ ഞാൻ യുദ്ധം അവസാനിപ്പിക്കും. ഇനി മുതൽ എന്റെ പ്രഥമ ശത്രു കല്യാണിയാണ്. കല്യാണി മാത്രം. ചേച്ചി, കല്യാണി, ഞാൻ കാത്തു നിൽക്കുമായിരുന്നു. അഭിനന്ദനങ്ങൾ. എനിക്ക് ഒത്തിരി സന്തോഷായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത്. ഇത്രയും വലിയൊരു കാര്യം നീ പഠിച്ചു. അത് വലിയ വലിയ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ച് വിജയിക്കുകയും ചെയ്തു. നിന്നെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കല്യാണി. വളരെ സന്തോഷം. ഓ പിന്നെ ഒറ്റ മണിക്കൂർ കൊണ്ട് അറബിക്കടൽ നീന്തി കയറി വന്ന് ഗിന്നസ് ബുക്കിൽ കയറി എന്നൊക്കെ പറയുന്ന പോലെ മഹാകാര്യമല്ലേ ചെയ്തിട്ട് വന്നേക്കുന്നേ. കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ആന്റി എന്നോട് എല്ലാം പറഞ്ഞു. ആനന്ദേട്ടനും അരവിന്ദേട്ടനും നന്ദനയും കൂടി ഉറക്കം ഉളച്ചിരുന്ന് ഇവൾക്ക് എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രോജക്റ്റ് അവതരിപ്പിക്കാനാ ഇവള് പോയത്. പ്രോജക്റ്റ് കേൾക്കാൻ വന്നത് ഏതോ ഒരു രവിവർമ്മൻ. അയാളെ എങ്ങനെയൊക്കെയോ സ്വാധീനിച്ച് എല്ലാരും കൂടി പ്രോജക്റ്റ് അംഗീകരിപ്പിച്ചു. എന്നിട്ട് ഇവള് ഒറ്റയ്ക്ക് പ്രോജക്റ്റ് അവതരിപ്പിച്ചു, വിജയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നേക്കുവാ. ഇതൊക്കെ അരി ആഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കോ? വിലാസിനെ ഇപ്പൊ എന്നോട് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞേ ഉള്ളൂ. നിന്നെ 10 പറയാനും പറഞ്ഞു. നീ എന്ത് വിചാരിച്ചു? ഇത്തരം തന്ത്രങ്ങളൊക്കെ കാണിച്ച് ഒരു ഫയലും ഒപ്പിടിപ്പിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന അഖിലാന്റി എന്താ നിന്നെ ഇവിടെ കെട്ടിലമ്മയുടെ വാഴിക്കൊന്ന് വിചാരിച്ചോ? അവള് തൃച്ചംബരത്തിന്റെ മഹാറാണിയായിട്ട് വാഴാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ചില്ലറ മോഹങ്ങൾ വല്ലോ ആണോ? അന്തസ്സും ആഭിജാത്യവും കുലമഹിമയുമുള്ള തൃച്ചംബരത്തിന്റെ അനന്തരാവകാശി. അതിനൊക്കെ തറവാടിത്തം വേണം, പാരമ്പര്യമുള്ള പൈതൃകം വേണം. ഏതോ ഓണം കേറാ മൂലയില് ഒരു മാടത്തിലൊരു ഡ്രൈവറുടെ മകളായി ജനിച്ച നിനക്ക് എവിടെന്നാടീ പാരമ്പര്യം? അവള് അകത്തമ്മയാവാൻ വേണ്ടി ഒരുങ്ങുന്നു. നിന്റെ അഭ്യാസമൊക്കെ കണ്ട് എല്ലാം അങ്ങ് വിശ്വസിക്കാൻ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരം അത്ര മണ്ടിയൊന്നും അല്ല. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നന്നായിട്ട് അറിയാടി അഖിലാന്റിക്ക്. നീ ഈ തൃച്ചംബരം മൊത്തത്തിൽ വിഴുങ്ങാൻ ഇറങ്ങി തിരിച്ചവളാണെന്നും നിന്റെ ഉദ്ദേശം ഇവിടത്തെ സ്വത്തുക്കള് കൈക്കലാക്കാനാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അത് അഖിലാന്റിക്കും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് മനസ്സിലായിട്ടുണ്ട്. വിവരവും വിദ്യാഭ്യാസവും 7 അയൽവക്കത്തൂടെ പോയിട്ടില്ല. അവൾ ഇവിടത്തെ ആനന്ദേട്ടനെ തട്ടിയെടുത്തതും പോരാ, ഇവിടത്തെ കെട്ടിലമ്മ ചമയാൻ വേണ്ടി നോമ്പ് നോക്കുന്നു. പലപ്പോഴും നിന്നെ നന്ദന എന്നല്ല വിളിച്ച് അദ്ദേഹം സംബോധന ചെയ്തത്, മോളെന്ന് വിളിച്ച. മക്കൾ അവരുടെ അപ്പപ്പോഴുള്ള വിജയത്തിന് വേണ്ടി അച്ഛനമ്മമാരെ തള്ളിപ്പറഞ്ഞേക്കാം. പക്ഷേ വന്നു കയറിയ മരുമകൾ അതിന് കൂട്ടുനിൽക്കരുത്. തിരുത്തണം. തിരുത്തേണ്ട സ്ഥലത്ത് തിരുത്തിക്കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. മോളെ, വന്നു കയറുന്ന മരുമകളുടെ മനസ്സാ ഒരു കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും നിശ്ചയിക്കുന്നത്. എന്റെ മോൾക്കത് കഴിയും. അച്ഛന് തുറപ്പാ.
നീ എന്താ പ്രിയങ്ക എത്ര ആലോചിക്കുന്നത്? അല്ല ശ്രീയേട്ടാ, ഈ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ പ്രതികരണ ശേഷിയൊക്കെ നഷ്ടപ്പെട്ടു പോയോ? നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അഖില ഒരു വാക്കുകൊണ്ട് പോലും പ്രതികരിച്ചില്ലല്ലോ. എങ്ങനെ പ്രതികരിച്ചാലും അഖിലയെയും തൃച്ചംബരത്തെയും നശിപ്പിക്കുവാനുള്ള നമ്മുടെ യുദ്ധം അനുസ്യൂതം തുടരുക തന്നെ ചെയ്യുമെന്ന് അഖിലയ്ക്ക് നന്നായിട്ടറിയാം. അതൊന്നും ആയിരിക്കില്ല. അഖിലയുടെ മൗനം എപ്പോഴും അപകടമാണെന്ന് ഓർക്കണം. അഖില നമുക്കെതിരെ എന്തെങ്കിലും വലിയൊരു തന്ത്രം ആവിഷ്കരിച്ചിട്ടുണ്ടാകാം. നമ്മൾ എപ്പോഴും സൂക്ഷിച്ചിരിക്കണം. എന്തായാലും അഖിലയെ പിടിച്ച് കുറച്ചു ദിവസം തടവിലിടാൻ കഴിഞ്ഞല്ലോ. അതോടെ അഖില ഒന്ന് തളർന്നു. എന്റെ പ്രിയങ്കെ, അഖില അങ്ങനെ തളരുന്ന കൂട്ടത്തിൽപ്പെട്ടതൊന്നും അല്ല. ആ സ്ത്രീ ഒരു അപൂർവനോ. ഏതൊരു കൊടുങ്കാറ്റിലും കടപുഴകാത്ത വടവൃക്ഷമാണ് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. നാഗമഠത്തുകാർക്ക് മാത്രമേ അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഒരു കാർ വരുന്നുണ്ടല്ലോ. അത് ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നത്തിന്റെ പിറകെ അലയുന്ന മറ്റൊരു വിചിത്ര ജീവി, തൃച്ചംബരത്തെ വിലാസിനി. അകറ്റി നിർത്തിയാൽ അപകടകാര്യം. അതുകൊണ്ട് ഈ മാരണത്തെ നമ്മൾ കുറച്ചൊക്കെ സഹിച്ചേ പറ്റൂ. ആന്റി ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ദേ ആന്റി കൺമുമ്പില്. ഞാൻ ദേവതയൊന്നും അല്ല. നീ മനസ്സിൽ വിചാരിക്കുമ്പോഴൊക്കെ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ. വിലാസിനി ആന്റി ദേവതയൊന്നുമല്ല. കോസല രാജ്യം കലക്കിയ മന്ദരയുടെ പുനർജന്മമാണെന്ന് എല്ലാവർക്കും അറിയാം. ആന്റി വിശേഷങ്ങളൊക്കെ പറ. അത് പറയാനാണല്ലോ വന്നത്. തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണൻ വീണ്ടും ഹോസ്പിറ്റലിൽ. ഹാർട്ട് അറ്റാക്കാ? ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നാമത്തെ അറ്റാക്കാ. ആള് മരിച്ചു കാണും. ഏയ്, മരിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇത്തിരി സീരിയസാ. അഖിലാണ്ടേശ്വരി ഉടനെ വിധവാപ്പട്ടം അണിയോ? അതാ എനിക്കറിയേണ്ടത്. അതൊന്നും പറയാൻ പറ്റില്ല പ്രിയങ്കെ. ശിവരാമകൃഷ്ണൻ മരണദൂതന്റെ സ്വർഗരഥത്തിൽ കയറി പറന്ന ചിറകറ്റ പക്ഷിയെ പോലെയാവും തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. ഒറ്റപ്പെട്ട പക്ഷിക്ക് നേരെ അമ്പെയ്യാൻ വേടൻ എളുപ്പോ. മാനിഷാദ പാടാൻ കവികളാരും വരികയില്ല. എന്തായാലും ആ പക്ഷി ഇപ്പൊ മരപ്പൊത്തിൽ മുട്ടയിട്ട് ഇണയെ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഹോസ്പിറ്റലിൽ മൂങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. കരയുന്നോ? ആര്? അഖിലയോ? അതെ. അഖില ഹോസ്പിറ്റലിലാവുമ്പോ തൃച്ചംബരത്ത് വിളയാടാൻ സുവർണ അവസരമാ. ആന്റി, ഈ ഒരു ഗ്യാപ്പിൽ തൃച്ചംബരത്ത് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ പ്രിയങ്കെ? ഞാൻ പറയാം. എത്രയും പെട്ടെന്ന് തൃച്ചംബരത്ത് അത് നടപ്പാക്കണം. കാര്യം അവര് വിളഞ്ഞ വിത്ത പച്ചവെള്ളത്തിൽ വരെ ആണിയടിച്ച് കയറ്റും. പക്ഷേ ഈ കാര്യത്തിൽ വിലാസിനാലെ നിരപരാധിയാണ്. നന്ദനയോട് ഈ ക്രൂരത ചെയ്തതറിഞ്ഞേ വിലാസിനാന്റിയെ ഡേ എന്റെ ഈ 2 ചെവിക്കുറ്റിക്കും കൈ കൊണ്ട് ഓരോ പൂശുപൂശി. അതെപ്പോ? നന്ദനയുടെ അച്ഛൻ നടു ഇടിച്ച് വീഴുന്ന കണ്ടിട്ടേ വിലാസിനാന്റി ജീവശവം പോലെ ആയി. എന്ത് ശവം? ജീവശവം. അയ്യേ, പിന്നെ ആര് പറഞ്ഞിട്ടാ ഈ 4-ാം കിട വെളിച്ചെണ്ണ പരിപാടി ഒരുക്കിയത്? അത് ഒരാള് പറഞ്ഞിട്ടാ. ആ ഒരാൾ ആരാ? അത് തൃച്ചംബരത്ത് ജനിക്കുന്ന ആദ്യത്തെ കുട്ടി ആനന്ദേട്ടന്റേതാകണമെന്നും അതുകൊണ്ട് നന്ദനയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്നും ഒരാള് പറഞ്ഞു. ആ ഒരാളെ എന്തിനാ മാറ്റി നിർത്തുന്നത്? അയാളുടെ പേര് പറ. അതോ അയാൾക്ക് പേരില്ലേ? ആ പേര് പറയുമ്പോഴേ നന്ദന പൊട്ടിത്തെറിക്കരുത്. കോപം കൊണ്ട് ജ്വലിക്കുകയും ചെയ്യരുത്. അവളെ കൊല്ലുകയും അരുത്. കല്യാണി പറഞ്ഞിട്ടാ ഞാനത് ചെയ്തത്.
പൊട്ടിത്തെറിക്കുന്നില്ലേ? എന്തോ പൊട്ടിത്തെറിക്കാൻ തോന്നുന്നില്ല. ആ, കോപം കൊണ്ട് ജ്വലിക്കുന്നുമില്ലേ? ജ്വലിക്കാനുള്ള തീ അത്ര പോരാ. ആ, പക്ഷെ ജയന്തിക്കുള്ളത് ഞാൻ തരും. എനിക്ക് കുഴിമന്തി മതി. ദാ, കൈമന്തി. ഇതിരിക്കട്ടെ. ഇത് പാവം കല്യാണിക്കെതിരെ ഏഷണി പറഞ്ഞതിന് എന്റെ വക ഒരു പാരിതോഷികം. അയ്യോ, കുറച്ചു നേരം കൂടി നിന്നാ ഒരു പാരിതോഷികം കൂടി തരാം. അതെന്ത് പാരിതോഷികം? അരവിന്ദിന്റെ വക. അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. അയ്യോ വേണ്ട, ഞാൻ ഇത് കൊണ്ട് തൃപ്തിപ്പെട്ടോളാം. അത്യാഗ്രഹം പാടില്ലല്ലോ, കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്താവുന്ന അമ്മ പറഞ്ഞിട്ടുള്ളത്. അതും കൂടെ താങ്ങാനുള്ള ശേഷി എനിക്കില്ല. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. ഗുഡ് നൈറ്റ്. പോര്. എന്റെ ദൈവങ്ങളെ, ശിവരാമ സാറിന് ഒരു ആപത്തും വരുത്തല്ലേ. ഇപ്പൊ ഉണ്ടായ അസുഖം എത്രയും പെട്ടെന്ന് മാറണം. ഒരു കുഴപ്പവും വരുത്തരുത്, ഞങ്ങളെ പരീക്ഷിക്കരുതേ. സർവേശ്വര ഭഗവാനെ, അദ്ദേഹത്തിനൊന്നും വരുത്തരുത്. ഒരു വാക്കുകൊണ്ട് പോലും ആരെയും നോവിക്കാത്ത ആളെ ശിവരാമ സാർ. എത്രയും പെട്ടെന്ന് അസുഖം ഭേദമാക്കണേ. അച്ഛാ, അവരെത്തിയല്ലോ. അച്ഛാ അവിടെ ഇരിക്കും.